ഹലോ മക്കളെ, അപ്പോൾ 2024 വളരെ ഗംഭീരമായിട്ടുള്ള വർഷം തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതാ ഒരു പുതുവർഷത്തെ വരവേൽക്കാനായിട്ട് എല്ലാവരും അവിടെ റെഡി ആയിട്ടിരിക്കാൻ അറിയാം. പുതിയ പ്രതീക്ഷകളും പുതിയ സ്വപ്നങ്ങളുമായിട്ട് നിങ്ങളെല്ലാവരും പുതുവർഷത്തെ വരവേൽക്കാൻ അവിടെ റെഡിയാണ്. സോ മക്കളെ, എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, ആരംഭിക്കാം. അപ്പോൾ നിങ്ങൾക്കറിയുന്ന പോലെ തന്നെ ക്ലാസ് 12 CBSE ബോർഡ് എക്സാമിന് ഇനി വളരെ ചുരുങ്ങിയ നിമിഷങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത്. അതായത് ജാനുവരി 2nd വീക്ക് ആകുമ്പോഴേക്ക് നമ്മുടെ മോഡൽ എക്സാം ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് കഴിയാൻ വേണ്ടി പോവുകയാണ്. 2nd വീക്ക് ആകുമ്പോഴേക്ക് എല്ലാവരുടെയും എന്ത് ചെയ്യും, മോഡൽ എക്സാം കംപ്ലീറ്റ് ആവും. അപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് കഷ്ടിച്ച് എന്താണ്, ഒരു 1 month ആണ്. അപ്പോൾ നിങ്ങൾ ഇത്ര കാലവും എന്ത് പഠിച്ചു, എന്തൊക്കെ പഠിച്ചു എന്നുള്ള അപ്പുറമായിട്ട് ആ ഒരു 1 month എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നുള്ളത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ മക്കൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തുകൊണ്ട് ആ 1 month എന്ത് ചെയ്യണം, നല്ലോണം പഠിക്കണം. അതായത് നിങ്ങൾ പൂർണ്ണമായിട്ടും ആ 1 month മാറ്റി വെക്കേണ്ടത് റിവിഷന് തന്നെയാണ്, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. അതായത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ റിവൈസ് ചെയ്യാണ്ട് ബോർഡ് എക്സാം അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ പഠിച്ച കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് എന്തുണ്ടാവില്ല, ഓർമ്മയുണ്ടാവില്ല. സോ മക്കളോട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ പഠിച്ച ചാപ്റ്റേഴ്സുകളായിക്കോട്ടെ, കോൺസെപ്റ്റുകളായിക്കോട്ടെ, ഓരോരോ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യണം, നിങ്ങൾ റിവൈസ് ചെയ്തിട്ട് മാത്രം എന്ത് ചെയ്യുക, എക്സാമിന് പോവുക. അതേപോലെ നിങ്ങളുടെ എല്ലാവരും എക്സാം ടൈം ടേബിൾ കയ്യിലുണ്ടായിരിക്കും. ബോർഡ് എക്സാം ടൈം ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മക്കളെ ഫിസിക്സ് എക്സാമിൽ നിന്നാണ്. അപ്പോൾ ഫെബ്രുവരി മാസം നമ്മൾ എന്ത് ചെയ്യുന്നു, ഫിസിക്സ് നിന്ന് ആരംഭിക്കുന്നു. അപ്പോൾ ഫിസിക്സ് കഴിഞ്ഞ് കെമിസ്ട്രി കഴിഞ്ഞാണ് മാത്തമാറ്റിക്സിൻ്റെ എക്സാം വരുന്നത്. അപ്പോൾ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് അത്യാവശ്യം വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് നമുക്ക് പഠിക്കാനുണ്ട്. കാൽക്കുലസ് അടക്കം ഒരുപാട് ചാപ്റ്റേഴ്സ് +2 പഠിക്കാനുണ്ട്. സോ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഈ ഒരു 1 month നല്ലോണം പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബോർഡ് എക്സാം ആവുന്ന സമയത്ത് ഒരുവിധം എല്ലാ പോർഷൻസ് റിവൈസ് എടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നിങ്ങൾ അവസാന നിമിഷത്തിലേക്ക് മാത്സ് പഠിക്കാനായിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്കത് ആവുന്ന കാര്യമല്ല. അതായത് നിങ്ങൾ ആലോചിക്കുക, ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കേണ്ട ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാത്സ് പഠിക്കാനായിട്ട് സാധിക്കില്ല. സോ ഈ ഒരു 1 month തന്നെ എന്ത് ചെയ്യുക, മക്കൾ ഡെയിലി ഒരു 3-4 മണിക്കൂർ എന്ത് ചെയ്യുക, അതിനായിട്ട് മാറ്റി വയ്ക്കുക മാത്സ് പഠിക്കാനായിട്ട്. ഇപ്പോൾ നിങ്ങളൊരു ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ റിവൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. സൈലത്തിൻ്റെ ക്ലാസ് 12 CBSE യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും 1 shot റിവിഷൻസ് അടക്കം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പ്ലസ് PYQ സീരീസുകളും എന്താണ് മക്കളെ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് റെഫർ ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ഇതിലൊക്കെ അപ്പുറമായിട്ട് പറയുവാണെങ്കിൽ ഈ ടൈം എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. മിനിമം മക്കളെ 3 to 4 hours എന്ത് ചെയ്യുക, പഠിക്കാം. ഇപ്പോൾ മാത്സ് ആണെങ്കിൽ എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം സ്റ്റിൽ ഡൗട്ട് ഉണ്ടായിരിക്കും. ഒരുപാട് ചാപ്റ്റേഴ്സ് നമുക്ക് മുന്നിലുണ്ട്. എന്നിരുന്നാലും കാൽക്കുലസിൽ നമുക്ക് വെയിറ്റേജ് ഒരു 45% എന്തുണ്ട് മക്കളെ, മാർക്ക് എന്ന് പറയുന്നത് കാൽക്കുലസ് ആയതുകൊണ്ട് തന്നെ കാൽക്കുലസിന് എത്ര ചെയ്യണം, അത്രയേറെ പ്രാധാന്യം കൊടുക്കണം. കാൽക്കുലസിൽ വരുന്ന കണ്ടിന്യൂറ്റി ആയിക്കോട്ടെ, അപ്ലിക്കേഷൻ ഡെറിവേറ്റീവ്സ് ആയിക്കോട്ടെ, ഇൻ്റഗ്രൽസ്, ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, ഇത്തരം ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പം സ്റ്റാർട്ടിങ് ഫ്രം ദി കണ്ടിന്യൂറ്റി, അതായത് കണ്ടിന്യൂറ്റി എന്താണോ പഠിക്കുന്നത് അതറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കി ചാപ്റ്റേഴ്സിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ഫസ്റ്റ് ചാപ്റ്ററിൽ ബേസ് ഉണ്ടെങ്കിൽ മാത്രമേ ബാക്കി 4 ചാപ്റ്റേഴ്സിലും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ 5 ചാപ്റ്റേഴ്സും നല്ല തറവ് ആയിട്ട് പഠിക്കണം. അപ്പോൾ ഈ ഒരു 1 month എന്ത് ചെയ്യുക, അത് പൂർണ്ണമായിട്ടും റിവൈസ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. ഈ 5 ചാപ്റ്റേഴ്സും റിവൈസ് ചെയ്യുക. അപ്പോൾ അത് റിവൈസ് ചെയ്യുക പറയുമ്പോൾ പ്രത്യേകിച്ച് മാത്തമാറ്റിക്സിൽ നമ്മൾ ഒരിക്കലും റിവിഷൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പഠിച്ച കോൺസെപ്റ്റുകൾ വായിച്ച് നോക്കുന്ന ഒരു കാര്യമല്ല. പ്രോബ്ലങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഒരുപാട് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കൂ. PYQs ഒക്കെ പഠിപ്പിച്ചതാണ്. അപ്പോൾ PYQs ഒക്കെ ചെയ്ത് നോക്കുക. MCQs നോക്കുക. നിങ്ങൾക്ക് ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. കേസ് സ്റ്റഡി സെക്ഷൻ ഉണ്ട്, MCQs ഉണ്ട്, 5 mark ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ എല്ലാത്തിനും നമുക്ക് എന്താണ്, ഒരുപാട് സെക്ഷൻസ് നമുക്ക് ഉള്ളത് കൊണ്ട് ഓരോന്ന് മക്കൾ എന്ത് ചെയ്യണം, ഓരോ ടൈപ്പ് അതിനകത്ത് രീതിയിൽ എന്ത് ചെയ്യുക, പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് വെക്കുക. അപ്പോൾ എനിക്കറിയാം ബോർഡ് എക്സാം അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മക്കളെല്ലാവരും സ്റ്റിൽ എന്താണ്, ഒരുപാട് ടെൻഷനിലുള്ള ആൾക്കാരായിരിക്കും, ഒരുപാട് നെർവസ് ആവുന്ന മക്കളുണ്ടാവും. പക്ഷെ നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു മാസത്തെ കാലം എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല, ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. സോ മക്കളെല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്തുകൊണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ക്ലാസ്സുകളൊക്കെ കണ്ടുകൊണ്ട് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക. അപ്പം ക്ലാസ് 12 CBSE ബോർഡ് എക്സാം എന്ത് ചെയ്യുക, നല്ല രീതിയിൽ എഴുതാൻ കഴിയട്ടെ എല്ലാവർക്കും എന്ന് ആശംസിക്കുകയാണ്. സോ താങ്ക് യു ഓൾ ദി ബെസ്റ്റ്.